വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മമ്മു നമ്മുടെ തൊപ്പിയുടെ കൊടുക്കണം. മമ്മു ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. വെറൈറ്റി മീഡിയയിലെ ഒരു ഇന്റർവ്യൂ നൈനിഷ അല്ലെ, നൈനിഷ എന്ന് പറയുന്ന ആ ആങ്കർ എടുത്ത ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ് നമ്മുടെ യൂട്യൂബ് മൊത്തം. ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇപ്പം റിയാക്ട് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ പറഞ്ഞ മമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർസിലൊക്കെ വളർന്ന് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കത്ര അതായത് ഒരു മെച്ചുവേർഡായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഒരു നൈനിഷ എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതായത് ആളുടെ വായിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. നമ്മൾ അൽജോസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അൽജോസിനെ നമുക്ക് വേണമെങ്കിൽ അൽജോസിൻ്റെ വായിൽ നിന്ന് എല്ലാം ചാടിക്കാൻ പറ്റും. നമ്മൾ കുറേ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതുകൊണ്ട് അറിയാം. പുള്ളിയുടെ ഒരുപാട് വായിൽ നിന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇടാറൊന്നുമില്ല നമ്മുടെ ചാനലിലൊന്നും. പക്ഷേ ഈ പറയുന്ന വെറൈറ്റി മീഡിയ ആയാലും മറ്റുള്ള ചാനലൊക്കെ അവരിൽ നിന്ന് എന്ത് നെഗറ്റീവ് കിട്ടുമെന്ന് ചുഴന്നിരിക്കുകയാണ്. അതായത് ചുഴന്ന് അവരിൽ നിന്ന് എങ്ങനെ അവർക്ക് ഊക്ക് വാങ്ങിച്ചു കൊടുക്കാം, അതാണ് മെയിൻലി ഈ പറയുന്ന ചാനൽസ് ചെയ്യുന്നത്. ഈ വെറൈറ്റി മീഡിയ ഇപ്പം എന്തിപ്പോൾ പൊട്ടൻ ചേട്ടനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ഇൻ്റർവ്യൂ എടുത്തുന്ന ആൾക്കാരാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ തൊപ്പിനെ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങളിപ്പോൾ ഒരു പിച്ചക്കാരൻ നടന്നു പോയി കഴിഞ്ഞാൽ വാ കയറിയിരി നമുക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ട് പോവാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമാണ് ഈ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മമ്മു ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ആളുടെ ഒരു നമ്മുടെ ഇവിടെ നടന്നൊരു ഉദ്ഘാടനത്തിന് മമ്മുനെ മുൻനിർത്തി തൊപ്പി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മമ്മുവിന് പുതിയ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മമ്മുവിനെ ഫ്രണ്ടിലെത്തി തന്നെ ചെയ്തിട്ട് ഇപ്പം മമ്മുവിനെ മമ്മു ഇത്ര മേളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന അവസ്ഥയിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഇരിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇമോഷൻസ് ഇപ്പോൾ ചെക്കന് അവനത്ര ഇതില്ല, അറിവില്ലാത്തൊരു പയ്യനാണ് നൈനിഷ. അവൻ പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി ഇത് ഇവിടെ പറയാമോ എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവൾ അത് വീണ്ടും കയറി ബൂസ്റ്റ് ചെയ്ത് ഇപ്പം അവൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ആൾക്ക് MRC എന്ന് പറഞ്ഞൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പം ആ മാനേജ്മെൻറ്റിനെ അത് ബാധിച്ചു. ഇപ്പോൾ തൊപ്പി പഴയ തൊപ്പിയുടെ ഇതിൽ നിന്ന് അവനിപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡായി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമലായിട്ട് ആൾക്കാർ പോസിറ്റീവായിട്ട് അവനെ കണ്ടു തുടങ്ങിയ സമയത്താണ് ഈ ഒരു ഇഷ്യൂ ഇപ്പം ഉണ്ടായിരിക്കണേ. അതുകൊണ്ട് ഇന്നലെ അവനെ പുറത്താക്കുന്ന എന്തോ ലൈവൊക്കെ വന്ന് അവനാകെ ഡൗൺ ആയിട്ട് ചെക്കൻ ഇതായത്. പക്ഷെ ആ ഒരു സംഭവം പ്ലാൻഡ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അപ്പൊ നീ കരയണ പോലെ ആക്ട് ചെയ്യും, ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാം എന്നൊരു സംഭവം ഞാൻ ലൈവ് കണ്ടിരുന്നു. ലൈവില് കുറെ പേര് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ലൈവില് ചെറിയ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു പ്ലാൻഡ് ആണ്. ഇത് ഇങ്ങനെ എന്തോ സംഭവിച്ചു പോയി, നമ്മുടെ ടീമിലുള്ള ചെറുക്കനാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തി എടുക്കണമല്ലോ, അവനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ച് അവർക്ക് ബാധിക്കാനും പാടില്ല എന്ന് വിചാരിച്ച് ചെയ്ത പരിപാടി ആവാം. പോളിംഗും വെക്കുന്നുണ്ടായി, പോളിംഗ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ പറയൂ എന്നുള്ള രീതിയിൽ പുറത്താക്കുക എന്നുള്ള രീതിയിൽ ഇവൻ ഒരുപാട് കരയോ അങ്ങനെ സംഭവം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി. ഇവിടെ മമ്മു അല്ലേ ആങ്കർ ശരിക്കും എന്തിനാണ് ഒരു വിഷയം, അത് അത്രയും ക്രൈം രീതിയിൽ നടക്കുന്ന ഇന്ത്യ ലോ അനുസരിച്ച് ക്രൈം രീതിയിൽ നടക്കുന്ന ഒരു വിഷയമാണ്. ആ പുള്ളിക്കാരി ബൂസ്റ്റ് ചെയ്ത് അവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് ഒരാളത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ ഭയങ്കര റോങ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് എനിക്കത് പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം അവള് പറയും. അതായത് ചിലപ്പോൾ അവരുടെ ക്രൂ ചിലപ്പോൾ ആളെ കൊണ്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും, പറയൂ. അപ്പൊ ഇതേപോലത്തെ ഒരാള് പെട്ടെന്ന് അധികം ലോകം കണ്ട് പരിചയമില്ലാത്തൊരു മമ്മു എന്ന് പറയുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ പുള്ളിയുടെ അത് ഓപ്പൺ ആയിട്ടൊരു സംസാരിച്ചുകൊണ്ട് മൊത്തം മനസ്സിലുള്ളതൊക്കെ പുറത്ത്, അതായത് നമ്മുടെ ഇതില് എല്ലാവരും പറഞ്ഞു പോകും. നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ച് പോകും. അത്രയ്ക്കും പറ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വായിന്ന് അങ്ങനെയൊക്കെ വന്ന് ഇത്ര ഇതിലേക്ക് ഭയങ്കര ചർച്ചയിലേക്ക് ഇത് മാറിയത്. ഒരു ഇന്റർവ്യൂവിൽ എന്തിനാണ് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ വരുമ്പോൾ അത് കാരണം അവർ എഡിറ്റ് ചെയ്ത് ഒരാഴ്ചയോളം എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് എഡിറ്റിംഗ് ചെയ്തിട്ടാണ് ഈ സാധനം അപ്ലോഡ് ചെയ്യണേ. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇട്ടാൽ പോലെ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അവന്റെ ഭാവി അല്ലെങ്കിൽ അവന് നല്ലതല്ല എന്നൊരു തോന്നലൊന്നും ഈ എഡിറ്റർക്ക് പോലും ഉണ്ടായില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവന് ഒന്നാമത് നിങ്ങൾ തന്നെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ അവന്റെ വായിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വരും. അപ്പൊ നമുക്കിപ്പോ മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്സ് വരും. അപ്പൊ അത് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു എഡിറ്ററിന്റെ ഒരു സംഭവം. ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അവന് മോശമായിരിക്കുമല്ലോ, ഇത്രയും ഇതിലേക്ക് പോകുമല്ലോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ ഒബ്വിയസ്ലി റീച്ചാണ് മെയിൻലി ഓൺലൈൻ മീഡിയ നമ്മളെല്ലാവരും റീച്ച് സംഭവമാണ്. പക്ഷെ റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യാനുള്ളൊരു സംഭവം പാടില്ല. പക്ഷെ മമ്മൂനും അവര് പ്രമുഖ നടനായിരുന്നെങ്കിൽ ഇവന്മാര് സാധനം അപ്ലോഡ് ചെയ്യുമോ? ഇല്ല. സാധാരണക്കാരനായ ഒരു പയ്യൻ
അവൻ ഇപ്പൊ റീച്ച് ഉണ്ട്, കാരണം അവനിപ്പോ ഇനാഗുറേഷൻ വെച്ച് തുടങ്ങി, ലൈവ് സ്ട്രീം ചെയ്ത് തുടങ്ങി, അവൻ അത്യാവശ്യം ഏണിങ്സ് ആയി തുടങ്ങിയ സമയത്താണ് ഈ സാധനം വന്നേക്കണേ. അപ്പൊ അതുകൊണ്ട് അവന്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അവൻ ചെയ്തോണ്ട് ചാനലിൽ നിന്ന് തൊപ്പി ഒഫീഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അത് അവനെ അത്രത്തോളം അഫക്ട് ചെയ്തു. വേറൊരാളാണ് ഇവര് ചെയ്യില്ല. ഇതപ്പോ അവനായോണ്ടായിരിക്കാം, ആ ഒരു പയ്യനാണല്ലോ ചെയ്താലും നമ്മളെ വലിയ അഫക്ട് ചെയ്യില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഇവരിത് ചെയ്തത്. പക്ഷെ പയ്യൻ എന്നൊരു ഇതിൽ ഇവരുടെ വീഡിയോസ് പറയുമ്പോൾ ഇവര് ആക്ച്വലി ഈ തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൾഗർലിയും ഭയങ്കര ആക്റ്റീവ്നെസ് ആയിട്ടും വന്ന് ഇപ്പൊ ഡീസെന്റ് കമ്മിങ് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് തൊപ്പി. പക്ഷെ തൊപ്പിക്ക് ഇവനെ കുറ്റം പറയാൻ ഒരു ഇതുമില്ല, കാരണം തൊപ്പി ഇതിനപ്പുറം കാണിച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷെ തൊപ്പി ഒരു ന്യൂട്രലി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള കാരണം മാനേജ്മെന്റ് ഇപ്പൊ ഉണ്ട്. മാസി എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ലോ. മമ്മു ആയാലും ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാണാറുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിലെ കട്ട്സ് ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മമ്മുവിനെ ഭയങ്കര വൾഗറായിട്ടാണ് ചിത്രീകരിക്കണേ. അത് തൊപ്പിയുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണോ അത് പുള്ളി സ്വയം തന്നെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട രീതിയിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ട്. അതായത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ചെയ്യുന്ന അറിയാവുന്നത് മനസ്സ് പക്കത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവനെ വിളിച്ചേക്കണത്. ഇവനെ വിളിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അവനെന്തായാലും കിട്ടും, അവനെ കുറിച്ച് ഇരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു സാധനം മാന്തി പറിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ആ ചെറുക്കനെ പിടിച്ച് ഇന്റർവ്യൂ എടുത്തത്. അവസാനം ആ ചെറുക്കൻ്റെ വായിന്ന് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടേ ആ സാധനം അവസാനം കിട്ടുകയും ചെയ്തിട്ട് അത്യാവശ്യം അവൻ നല്ല രീതിയിൽ ഉക്ക് വാങ്ങിച്ചു കൊടുക്കും. അവന്റെ കൂടെ ജാസ്തി വേറെ പയ്യനും കൂടെ ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത്. 1.5 മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവൻ നോക്കിയിരിക്കാണ്. ഇവൻ പറയുമ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ആ ചെറുക്കന് പറയാം അത് വേണ്ട, പറയണ്ടെന്ന് അവനും പറയാം, വേണമെങ്കിൽ ആങ്കറിനും പറയാം. പക്ഷെ അവർ മിണ്ടിയില്ല. അത് അവന്റെ മിസ്റ്റേക്ക്, ആങ്കർ ചെയ്ത അവന്റെ മിസ്റ്റേക്ക്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തിനാണ് അതൊരു റീച്ചിന് വേണ്ടിയിട്ട് ഒരാളുടെ അത് അവൻ ഏതോ പ്രായത്തിൽ അറിവില്ലാത്ര ചെയ്തതാവാം, ചെയ്യാത്തതാവാം. അവര് ഫണ്ടുണ്ടാക്കാൻ അവനോട് പറഞ്ഞതാണ് മമ്മു പറഞ്ഞത്. ഫണ്ടുണ്ടാക്കാൻ ഇങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. അവനത് പറഞ്ഞെങ്കിൽ അത് ഇടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.